ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ യുദ്ധമായിട്ട് മാറുന്നതിൻ്റെ ഒരു റീസൺ നമ്മൾ പലപ്പോഴും സംസാരിക്കാൻ തുടങ്ങുന്നത് തന്നെ കുറ്റപ്പെടുത്തൽ കൊണ്ടായിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആ പ്രശ്നത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ സ്നേഹത്തോടു കൂടെയാണ് സംഭാഷണം തുടങ്ങിയതെങ്കിലോ, ഉദാഹരണത്തിന് നിങ്ങളൊരു പ്രശ്നം സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എന്തിനു വേണ്ടി ഇത് സംസാരിക്കുന്നു മീൻസ് എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, സോ നമ്മൾക്ക് ഈ ഒരു പ്രശ്നം ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്യണം എന്ന ഇൻറ്റൻഷനിൽ സ്നേഹത്തോടു കൂടെ തുടങ്ങുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വ്യക്തിക്ക് അവരെ കുറ്റപ്പെടുത്തുന്ന ഫീലിംഗിൽ നിന്ന് മാറിയിട്ട് ഈ പ്രശ്നത്തിലേക്ക് ഫോക്കസ് മാറാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ സംസാരിച്ച് തുടങ്ങുമ്പോൾ നീ എല്ലാ സമയത്തും ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം, ഒരു ഉദാഹരണത്തിന് നീ ഒരിക്കലും എന്നെ ഹെൽപ്പ് ചെയ്യാറില്ല എന്ന് പറയുന്നതിന് പകരം, എനിക്ക് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവും എന്ന് പറയുന്നത് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആക്കും. കാരണം നീ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അവർ കൂടുതൽ ഡിഫെൻസീവ് ആവാനാണ് ചാൻസ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കാൻ തയ്യാറാവില്ല. ഓർത്തിരിക്കേണ്ടത്, നിങ്ങളുടെ വേർഡ്സ് വളരെ പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി അത് റിസോൾവ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങളെ അത് കൂടുതൽ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുറ്റപ്പെടുത്താനുള്ള ഫീലിംഗ് ആണ് വരുന്നതെങ്കിൽ ഈ വാക്കുകളെ ഒന്ന് റീഫ്രെയിം ചെയ്ത് സംസാരിക്കാം. പ്രശ്നങ്ങളെ, നമ്മളുടെ ബന്ധങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കുന്ന കണക്ഷൻസ് ആക്കി മാറ്റാൻ നമ്മൾക്ക് മുന്നോട്ട് പോവാം.